നമസ്കാരം. ദീപാവലി കളരിപ്പറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ ഞങ്ങളൊരു ഒറ്റച്ചോട് ചെയ്തു. ഈ രണ്ട് വീഡിയോസും കാണണം നിങ്ങൾ. ഈ ഒറ്റച്ചോടും കാണണം, കൂട്ടച്ചോടും കാണണം. ഇത് രണ്ടും ഒരു സാധനം തന്നെയാണ്, ഒരു ചെറിയ വ്യത്യാസമാണ്. അപ്പം നിങ്ങൾക്ക് ഒരൊറ്റച്ചോട് ചെയ്താൽ അതിൻ്റെ തന്നെ കൂട്ടച്ചോടെല്ലാം ഉണ്ട്. അങ്ങനെ മധ്യാളത്തിൻ്റെ ഞാൻ ഇത് രണ്ടും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ചെയ്യാവുന്നത് ടെക്നിക്ക് ഞാൻ ഒറ്റച്ചോടിൽ കാണിച്ചിരിക്കുന്ന ടെക്നിക്ക് തന്നെയാണ്. ഇത് ഞാൻ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിനെ പഠിപ്പിക്കുന്ന ആ രീതിയാണെന്ന് ഞാനിവിടെ കാണിക്കുകയാണ്. പഠിപ്പിച്ചിട്ട് ഇത് ആ വ്യത്യാസം എന്താണ് പറഞ്ഞാൽ ചുവട് പറിച്ച് കൂട്ടച്ചോടിന് ചുവട് പറിച്ച് ഒന്നിലധികം വന്ന ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനും ഒറ്റ ചുവടിൽ ഒരു ചുവട് ഉറപ്പിച്ച് വെച്ച് നില ഉറപ്പിച്ച് അടിച്ചു വിടാം. 4 ദിക്കിലും മാറിയും തിരിഞ്ഞും അടിക്കാം. അപ്പോൾ ഒരു ചുവട് കളത്തിൽ ഉറപ്പിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മറ്റേത് കാല് പറിച്ചിട്ടാണ്, 2 ചുവടും പറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതാണ് കൂട്ടച്ചോടിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ പോകുന്ന ചോട് ഞാൻ എൻ്റെ ഒരു വിദ്യാർത്ഥിനെ ഈ വീഡിയോയിൽ പഠിപ്പിക്കുക കൂടിയാണ്. ഇടത് കാല് കയറ്റി വെച്ച് മാറടച്ചിരിക്കെ, മാറടക്കാൻ നേരത്ത് പറയണത് കൈ കണക്ക് പറയണത് ഇതാ, ഈ കൈ കണക്ക്. അപ്പോൾ മുട്ടുകൈ ചേർത്ത് നിൽക്കുക, സ്റ്റഡിയായിട്ട് നിൽക്കുക. അപ്പോൾ അല്ല മാറടയ്ക്കാൻ നേരത്ത് ഇങ്ങനെയല്ല വെക്കേണ്ടത്, ഇങ്ങനെ മാറടക്കുക. മാറടച്ച് നിൽക്കുക. എന്നിട്ട് കയറി ഒരടി വെച്ച് കൊടുക്കണം. അടി നിർത്തി വെട്ടാം, തിരിഞ്ഞൊരു വെട്ട്, തീർത്ത് പകർന്ന് വെട്ടെന്നാ അതിന്, പകർന്ന് വെട്ട്. എന്നിട്ട് കൈ ക്ലോസ് ചെയ്ത് കൂട്ടിപ്പിടിച്ച് ചവിട്ട്, ബാക്കിൽ വെക്കുക. ഒരു വെട്ട് വെച്ച് കൊടുത്ത് പുറമിറങ്ങി വെട്ടേ. ഒന്നുകൂടെ നോക്കണം. ഇത് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കണം. അത് ഓരോ ടെക്നിക്ക് എവിടെയാണ് ചെയ്യണമെന്ന് നോക്കണം. മാനടച്ച് വലത് കയറി അടിച്ച് തിരിഞ്ഞു വെട്ടി. തിരിഞ്ഞു വെട്ടാനത് കൈ പൊങ്ങിയും താഴെയും ചെയ്ത് ഷോൾഡർ ലെവലിൽ ബ്രേക്ക് പിടിച്ച്, വണ്ടി ബ്രേക്ക് പിടിച്ച് നിർത്താൻ പോലെ ഇവിടെ നിർത്തണം. എന്നിട്ട് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യുന്നതിൻ്റെ കാര്യം കണ്ടല്ലോ, നെഞ്ചിന് കയറി ഇടിക്കരുത്, ചവിട്ട് കിട്ടരുത്. അതിനാണ് നമ്മൾ തിരിഞ്ഞിട്ട് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്ത് ചവിട്ടി ബാക്കിൽ വെച്ച് കൂട്ടി പിടിച്ച് വെട്ടി അല്ലേ. എന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി ടേൺ ചെയ്ത് അകെടുത്ത് താഴെ ചവിട്ടിയിട്ട് താഴത്ത് നിന്ന് മേൽപോട്ട് പൊങ്ങിക്ക്. ഇത് ശ്രദ്ധിച്ചോ. അല്ലെങ്കിൽ ഇവിടെ വന്നേ, എന്താ താഴത്ത് നിന്ന് മേലോട്ട് പൊങ്ങിയ? അപ്പം ചിലർ പറയാറുണ്ട് നിന്റെ താഴെ വന്ന് പൊങ്ങുമെന്ന് പറയാം. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം അടിച്ചു വെട്ടിയിട്ട് നേരെ തന്നെ ഇവിടെ. അപ്പോൾ ഇവിടെയാണ് കൗട്ടാക്കിയിട്ടുണ്ടത്, ഇവിടെയാണ് ഈ കൈ വീഴേണ്ടത്, ഇവിടെയാണ്. ഞാൻ ഇപ്പം ചെയ്തത് ഈ ഇതിനാണ്, ഇവിടെ. അപ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് 2 പഠിക്കാൻ നേരത്ത് ഇവിടെ ചെയ്ത് പഠിക്കാം, പ്രയോഗിക്കാൻ നേരത്ത് ഈ ചെകളൊക്കെ ചെയ്യാള് വട്ടം വന്ന് വീണം. അപ്പോൾ ഒന്നോടെ ശ്രദ്ധിച്ചോ. അല്ലേ മാറടച്ച് റെഡി സ്റ്റാർട്ട്. 1 2 3 4 5 വെട്ടി. ഇവിടെ ഇങ്ങനെ വെട്ടിക്കൊണ്ട് ഇത് ബെൻഡ് ചെയ്ത് ഇത് വാരിക്ക് നിൽക്കണം. ടേൺ ചെയ്ത് തടുത്ത് കയറി പഞ്ച് ചെയ്ത് ഡീപ്പ് ചാൻസ് ആയിരിക്കും, പൊക്കളിന് പഞ്ച് കുത്തിക്ക്. തടുത്ത് കയറി പഞ്ച്, തടുത്ത് കയറി പഞ്ച്, ടേൺ ചെയ്ത് കയറി അടിച്ച് തിരിഞ്ഞു വെട്ടിക്ക്, ചവിട്ടിക്ക്, പുറമിറങ്ങി വെട്ടി അകെടുത്ത് തടുത്ത് കയറി പഞ്ച് ചെയ്ത് കുത്തിക്ക്, തടുത്ത് കയറി പഞ്ച്, തടുത്ത് കയറി പഞ്ച്, ടേൺ ചെയ്ത്. ഇങ്ങനെയാണ് ഇത് 4 സൈഡും പമ്പരം പോലെ കറങ്ങണം. 4 സൈഡും നമ്മൾ ഒരു സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്യരുത്. കൂട്ടച്ചോട്ടെന്ന് വെച്ചാൽ ഈ പമ്പരപ്പാച്ചിലെന്ന് പറയും. ഇങ്ങനെ പമ്പര കറക്കി വിടുക, അതുപോലെ നിൽക്കണം നമ്മൾ. അതിന് പമ്പരപ്പാച്ചിലെന്ന് പറയും, കൂട്ടച്ചോടെന്ന് പറയും. ഒരുപാട് രീതിയിൽ ഓടി നടക്കണം. എവിടെയാ ശത്രുവാണെങ്കിൽ നമ്മൾ തിരിയാൻ നേരത്ത് എവിടെയാ ശത്രുവാണെങ്കിൽ അങ്ങോട്ട് കയറിയാക്കണം. ഇതാണ് കൂട്ടച്ചോട്. അതിൻ്റെ പ്രയോഗം, തുടക്കമുള്ള പ്രയോഗം നോക്കണം. അലങ്കറി അടിച്ച് തിരിഞ്ഞു വെട്ടിക്ക്, ചവിട്ടിക്ക്, പുറകെ വെട്ടിക്ക്, ചവിട്ടി പുറകോട്ടം. ഇതിൻ്റെ പ്രത്യേകത അടിച്ച് തിരിഞ്ഞു വെട്ടി ചവിട്ടി. ചവിട്ടാനത് ഇത് 3 ഒരുപോലെ ചെയ്യണം. കൂട്ടച്ചോടിൻ്റെ പ്രത്യേകത 1 അടിച്ച് തിരിഞ്ഞു വെട്ടി ഇത്ര. ബാക്കി ഞാൻ നേരത്തെ ഇതൊക്കെ മുമ്പുള്ള വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കി മനസ്സിലാക്കുക, ഇതും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഒറ്റച്ചോടി ചെയ്താൽ അതിൻ്റെ ചേട്ടനായിട്ടും അല്ലെങ്കിൽ എൻ്റെ അമ്മയായിട്ടും പിന്നെ വേറൊരു ചുവടുണ്ട്. അതാണ് കളരിയിൽ ഒരു അടുക്കും ചിട്ടയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ ആദ്യം കണ്ടത്
കൊച്ചാണ് ആ കൊച്ചിയോട്, മറ്റേത് അമ്മയായിട്ട് വിചാരിക്കുക. അപ്പോൾ കൂട്ടച്ചൂട് അത്ര ഫലപ്രദമാണ്. ഓടി നടന്നടിക്കാതെ 4 ജംഗ്ഷനാണ് പറയണത്. നമ്മൾ കിടന്ന് കയറി 1 2 3 4 നമ്മൾ എവിടെ തുടങ്ങി അവിടെ വന്ന് നിൽക്കും. കൂട്ടച്ചൂടിൻ്റെ പ്രത്യേകത അങ്ങനെ, എവിടെ തുടങ്ങി അവിടെ തന്നെ നിൽക്കും. എവിടെ പോയിട്ട് വന്നാലും നമ്മൾ ആദ്യം എവിടെ നിന്ന് തുടങ്ങി അവിടെ വന്ന് നിൽക്കും. അപ്പോൾ അത് ഒന്നുകൂടെ നമുക്ക് ചെയ്യാം. നോക്കിയാണ് ഞാൻ സ്ലോയിൽ അലനെ കൊണ്ട് ചെയ്യിച്ച് കാണിച്ചു തരാം. ആരോഗ്യം ഒരടി ഒരാൾക്ക് എത്ര കരുത്തോടെ അടിക്കണം. എടി മാറടക്കാൻ നേരത്ത് ഇങ്ങനെ നിൽക്കാം. മാറടിച്ചിട്ട് നോട്ടൊക്കെ നേരെ ഇരിക്കണം. ഇങ്ങനെ പിടിക്കരുത്. മാറടക്കാൻ ഇത് കയറി വലത് കയറി അടിച്ചേ, തിരിഞ്ഞു വെട്ടിക്കേ, ചവിട്ടി പുറവച്ച് വിട്ട് ആകെ എടുത്ത് വെട്ട്, തട്ടി കയറി അടിച്ചേ, മുട്ടുകൈ തട്ടിയടിച്ച് തിരിഞ്ഞു വെട്ടിക്കേ, അടിച്ച് തിരിഞ്ഞു വെട്ടി, ചവിട്ടി പുറവച്ച് പുറവട്ടി ആകെ എടുത്ത് തട്ടി കയറി അടിച്ചേ, തിരിഞ്ഞു വെട്ടിക്കേ, ചവിട്ടി പുറവച്ച് വെട്ട് ആകെ എടുത്ത് തട്ടി കയറി അടിച്ച് ഒന്നുകൂടെ ഇങ്ങനെ ടേൺ ചെയ്തേ, കയറി അടിച്ച് തിരിഞ്ഞു വെട്ടിക്കേ, ചവിട്ടി പുറവച്ച് വെട്ട് ആകെ വെട്ടി തട്ടി കയറി അടിച്ച് ടേൺ ചെയ്തേ. ഒരു ഭാഗം അലൻ തെറ്റിയിട്ടുണ്ട്, ഒരു ഭാഗം ലാസ്റ്റ് ചെയ്ത തെറ്റാണ്. ലാസ്റ്റ് നമ്മൾ എങ്ങനെ നിന്ന് ഇങ്ങനെ വരും, തട്ടിയടിച്ച് മാറടച്ച് ഇങ്ങനെ വരും. അപ്പോൾ അലൻ ലാസ്റ്റ് ചെയ്ത തെറ്റാണ്. 4 സ്റ്റൈലിലേക്ക് വരണ്ട. അത് നിങ്ങൾ പഠിക്കേണ്ടവർ ശ്രദ്ധിക്കണം. നമ്മൾ എവിടെ നിന്ന് ഇവിടെ തന്നെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വരും. ഇതാണ് കൂട്ടച്ചോട്. ഞാൻ നേരത്തെ പറഞ്ഞേ ഒരുപാട് കൂട്ടച്ചോടുണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ ഓരോന്നായിട്ട് പഠിപ്പിച്ചു തരാം. നിങ്ങൾക്കത് ഫലപ്രദമാണ്. നിങ്ങളത് എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാലും ഇടത്തോട്ടും ചെയ്യാം വലത്തോട്ടും ചെയ്യാം, നിൽക്കുന്ന കാലത്ത്. അപ്പം ചുവട് പഠിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വേഗത ഉണ്ടാകാൻ. കളം ചവിട്ടണം. ഈ ചുവടൊക്കെ ചെയ്താലേ നമുക്ക് ചുവടുറപ്പ് കിട്ടത്തുള്ളൂ. ചുവടുറപ്പ് കാലും കൈയും ഒക്കെ വീശിയെടുക്കണം. അതുപോലെ ഞാൻ 1 2 3 കൂട്ടച്ചോട് ഇട്ടിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടില്ല. അതിൽ 1ാം ചുവട് നിങ്ങൾ ചെയ്തിട്ടുള്ളവർ, പഠിച്ചിട്ടുള്ളവർ, 2ാം ചുവട് പഠിച്ചിട്ടുള്ള എന്നെ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അവർ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അടി കൂടെ അതിൻ്റെ അകത്ത് കയറ്റണം. ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് അന്ന് ഇട്ടില്ല. എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ പാടാണ്. അങ്ങനെ നമ്മളെ കയറി അടിച്ചു വെട്ടി ചേന്തി വെട്ടി, കയറി അടിച്ച് തിരിഞ്ഞ് അടിച്ചു വെട്ടി ചേന്തി വെട്ടി, ഇങ്ങനെ ഒരു വെട്ടണം. അല്ലെ ആ വാളെടുത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു വെട്ടുകൂടെ ഇടണം. അതെന്താണ് ഈ ഇങ്ങനെ അടിച്ച് വെട്ടണതിൻ്റെ കാര്യം ഞാനത് കാണിച്ചു തരാം. നമ്മൾ ആയുധം എന്നെടുക്കുന്ന വാളും പരിചയം എന്നെടുക്കുന്ന ആ വാള് പരിചയൊക്കെ ഈ 3 വെട്ടാണ്. എന്നാ അടിച്ച് വെട്ടി ചേന്തി. അപ്പോൾ പരിച 1 2 3 എല്ലാം പിടിച്ചേ. ഈ സാധനം തന്നെ 1 2 3 മനസ്സിലായല്ലോ. ഇത് കൊണ്ടുവന്നെങ്കിൽ നമ്മൾ തുടക്കം തൊട്ട് പഠിച്ച് ക്ലിയർ ചെയ്യണം. അപ്പം നമ്മൾ ചെയ്യാൻ പിന്നെ രണ്ടാമത്തെ കൂട്ടച്ചോടിലും ഈ വെട്ടിട്ടില്ല. അകം എടുത്ത് അടിച്ചു വെട്ടായിട്ടിരിക്കണം. ഞാൻ പഠിപ്പിച്ചു തന്നിരിക്കണം അകം എടുത്ത് അടിച്ചു വെട്ട്. അതിൻ്റെ കൂടെ ഒരു വെട്ടൂടെ കയറണം. അത് പഠിച്ചു വെച്ചിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ടത് മാറടച്ച് അല്ലേ. അകം എടുത്ത് അടിച്ചു വെട്ടി ചിന്തി, അടിച്ച് തിരിഞ്ഞു വെട്ടി. ഇതാണ് ചെയ്യണം. അപ്പം ഇത് ആ ചോട് പൂർണ്ണത എത്തണമെങ്കിൽ ഇതുകൂടെ കയറണം. അടിച്ച് വെട്ടി ചെന്തി വന്നാൽ മാത്രമേ ആ കൂട്ടച്ചോട് പൂർണ്ണത എത്തത്തുള്ളൂ. അത് ഇതുപോലെ തന്നെയാണ് 4 സൈഡ് നല്ലത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് കുരിശ് പോലെ ആവാനാ, നേരെ കയറുക കുരിശ് പോലെ ആവാനാ. അപ്പോൾ ഈ വെട്ടും കൂടെ ചേർത്തണം, എന്നാൽ മാത്രമേ അത് കൃത്യത വരത്തുള്ളൂ. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ആദ്യമേ കാണിച്ചാൽ മനസ്സിലാകത്തില്ല. അപ്പോഴാണ് ഒരു വർഷം കഴിഞ്ഞ് അത്യാവശ്യം കളരിയിൽ 2 പിള്ളേരെ ഒരു വാളും പരിചയം ഒക്കെ പഠിച്ച് നിൽക്കണം. എന്ന് വെച്ചാൽ കുറച്ച് വെട്ട് കയറി വെട്ടണം, വെട്ടി പരിചയം കിട്ടി വെട്ടി പഠിക്കണം, കയറി വെട്ടി പഠിക്കണം, പിന്നെ വെട്ടി പഠിക്കണം. ഇതൊക്കെ പഠിക്കാൻ നേരത്ത് ഈ ചുവട് നമ്മൾ ചെയ്താൽ പെട്ടെന്നാണ് ഈ ചുവട് ചെയ്താൽ. അപ്പം അതിനെ നോക്കണം. നമ്മൾ അതിൻ്റെ ചെന്തി വെട്ടാണ് ഇവിടെ കാണിക്കുന്നത്. 1 2 3 ഒരു വളവിടെ എടുത്ത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിത്
ഞാൻ എൻ്റെ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട് സത്യസന്ധമായിട്ട് പഠിപ്പിക്കുന്ന ആശാണ്. ഞാനും മനസ്സിലാക്കി ഞാൻ ഒരുപാട് പാടുപെട്ടാണ് അഭ്യാസം പഠിച്ചത്. കുറേ ആശാന്മാർ പിന്നെ പഠിപ്പിച്ചു തരാമെന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല ആ പിന്നെ ചിലർ സത്യസന്ധമായിട്ട് പഠിപ്പിച്ച ആളാണ്. അവർ പറഞ്ഞ് അഭ്യാസത്തിൽ കള്ളത്തരം കാണിക്കരുത്, കോമള കള്ളത്തരം പിള്ളേരെ പഠിപ്പിക്കരുതെന്ന് പറഞ്ഞ് എൻ്റെ തലക്കെട്ടി തന്നിട്ടുള്ള കാരണമാണ് ഞാൻ ഈ കാര്യം കൃത്യമായിട്ട് പറയുന്നത്. നോക്കണം, ഞാൻ വലത് കയറി അടിച്ചു ചെന്തിയടി 1. അപ്പോൾ നമ്മൾ പഠിച്ച ചൂട് 2 വടിയായിട്ട് 2 വാളുമായിട്ടൊക്കെ ചെയ്ത് നോക്കണം. ഈ നമ്മൾ എന്ത് സാധനം ചെയ്തെന്ന് പറഞ്ഞാലും അത് ആയുധം കൊണ്ട് എടുത്ത് ചെയ്യണം. ചെന്തി വേണം. 1 2 3 1 2 3 ഇങ്ങനെ വെട്ടി നോക്കണം. ഒരു വടിയാണെങ്കിലും വടി കൊണ്ട് ചെയ്ത്. അതുപോലെ ഞാൻ ഈ 2 വടി പോയിട്ടുണ്ട്, നമ്മുടെ കളരിയിൽ 2 വടി പോയിട്ടുണ്ട്. ഒരുപാട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അതിൽ നമുക്ക് ഒറ്റവടി പോയിട്ടുണ്ട്. ഈ ഓതിലുള്ള ഘടകം ഘടത്തിലുള്ള അതിന് പറയുന്നത് തട്ടെന്നാണ്. തട്ട് അടിക്കുക എന്നല്ല, തട്ടെന്നാണ്. എന്താ തട്ടെന്ന് പറയുന്നത്? ആ വടിയുടെ മുനപ്പ് വെച്ച് സ്ഥാനത്ത് അടിക്കുക, മുഴപ്പ കൊള്ളിക്കേണ്ടത്. അപ്പോൾ ഓതിര ഉളവ് പിറവ് ഘടകം ഘടകത്തിലുള്ള ഘടകം തലയ്ക്ക് മീതെ ഘടകം. തലക്ക് ഉച്ചയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ ഘടകത്തിന് അടിക്കണം, മറുതലയ്ക്ക് ഘടകം എന്ന് വെച്ചാൽ തിരിച്ച് മറിഞ്ഞ് ചെയ്യണം. അത് ചെയ്യാൻ നേരത്തെ ഒരു കാര്യം അറിയാം. എന്താണ് ഈ ചെന്നിക്കും ഘടകത്തിനും അടിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പൊതുവെ ആൾക്കാർക്ക് അറിഞ്ഞൂടാ. നമ്മൾ കണ്ണിൻ്റെ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ണൊക്കെ അടിക്കണം. തിരിച്ചും ചെന്നിക്ക് അടിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ സൈഡിൽ അടിച്ചു കഴിഞ്ഞാൽ 2 കണ്ണൊക്കെ അടിക്കണം. 2 കണ്ണൊക്കെ അടിച്ചാലുള്ള റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണ് ഉള്ളിലേക്ക് പിടിച്ചിരിക്കുകയല്ലേ, അതിന് അയവ് വീണ് കണ്ണ് തള്ളി പുറത്ത് വരും, പോളയുടെ പുറത്ത് വരും. ഈ 4 അടി കൃത്യമാണ് അടിക്കണമെങ്കിൽ ഈ കണ്ണിൻ്റെ ആ പിടുത്തം വിടും, അയഞ്ഞു പോയിട്ട് കണ്ണ് തള്ളി പുറത്ത് വരും. അതാണ് പറയുന്നത്. പണ്ട് നമ്മൾ കൊച്ചുങ്ങളെ തോളയിട്ട് തലക്കടിച്ചുറക്കരുതെന്ന് പറഞ്ഞാൽ, തലക്കടിച്ചുറച്ചാൽ പിള്ളേരെ കണ്ണ് തള്ളി ഇരിക്കുന്നതിൻ്റെ കാര്യം അതാണ്. തലയുടെ പുറവശം അടിച്ചാലും കണ്ണ് തള്ളി പുറത്ത് വരും. അപ്പോൾ ഇത് ഓർത്തണം. ഇതെല്ലാം അഭ്യാസത്തിൻ്റെ ഭാഗമാണ്. എവിടെ അടിച്ചാൽ എന്താണ് ചാടി പുറത്ത് വന്നത്, നമ്മുടെ അവയവങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് അന്ന് എഴുതി നമ്മൾ വൃത്തിയായിട്ട് പഠിപ്പിച്ചിട്ടുമുണ്ട്. അത് അന്ന് പറയുമ്പോൾ ഓരോ അടിക്കും ഞാൻ ചോദിക്കുക എന്തിനുള്ള അടിയാണ്. നാളം എന്ന് വെച്ചാൽ ഇവിടെ വടി കൊണ്ട് വടി കയറ്റാൻ നേരത്തെ വടി തീരാൻ നമ്മൾ കുത്തി നിർത്തിയിട്ട് നാളത്തെ കുത്തണം. അപ്പോൾ ഇവിടെ ഇടിച്ച് നിൽക്കണം, കുത്തി എന്നിട്ട് ആ തലക്ക് വെട്ടണം. അപ്പോൾ ഇവിടെ വെച്ച് കുഞ്ഞാത് ഉച്ച കഴിഞ്ഞ് കിട്ടാതെ ഉച്ചയ്ക്ക് കൊട്ടും വെച്ച് കൊടുക്കും. അപ്പം അങ്ങനെയാണ് മർമ്മപ്രയോഗം പഠിപ്പിക്കുന്നത്. അല്ലാതെ പറയുന്ന പോലെ കൈയുടെ മൂട് കൊണ്ട് അവിടെ കൊട്ടി ഇവിടെ കൊട്ടി നമ്മൾ വീഴത്തില്ല. ഒരുപാട് ശമര് വിദ്യാർത്ഥികളെ കള്ളത്തരം പഠിപ്പിക്കുന്നുണ്ട്. ഞാനത് ആളുടെ പേരൊന്നും പറയുന്നില്ല, എന്നാൽ അത് തെറ്റാണ്, അതങ്ങനെ കാണിക്കണം, വഞ്ചനയാണ്, ചതിയാണ്. പിള്ളേരെ അങ്ങനെ പഠിപ്പിക്കരുത്. അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടാ. എന്താ വിദ്യ പഠിക്കുക? കളരി പഠിപ്പിക്കാൻ നേരത്ത് കളരിയാണ്. എന്താണ് കളരി? ഒരുപാട് ആയുധങ്ങളുണ്ട്. ചെറുവടിയുണ്ട്, നെടുവടിയുണ്ട്. ഏതെങ്കിലും ആയുധത്തിൻ്റെ ഒരു ഭാഗം പഠിപ്പിച്ചിട്ട് കുറച്ച് മർമ്മപ്രയോഗം പഠിപ്പിക്കുക. ആ അടിയൊക്കെ വന്ന മർമ്മപ്രയോഗത്തിലാണ്, നെടുവടിയുടെ. അത് നമുക്ക് മനസ്സിലാകാതെ ചെയ്യുന്ന കാരണമാണ് നമ്മൾ സിമ്പിളായിട്ട് അത് കളയണം. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഓർക്കും എന്നെ പണ്ട് കള്ളത്തരം പഠിപ്പിച്ച ആശാന്മാരുടെയൊക്കെ പേര് ഞാൻ ഓർക്കാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകരുത്. പിള്ളേരെ ആരെ കള്ളത്തരം പഠിക്കുന്നത്? നമ്മുടെ ഈ കല ഒരു വലിയൊരു കലയാണ്. അതിൽ കള്ളത്തരം കാണിക്കരുത് എന്നുള്ളൊരു കാഴ്ചപ്പാട്. കാരണം അറിയാവുന്ന വിദ്യ, കുറച്ചെനിക്ക് അഭ്യാസം അറിയാം, ആ അറിയാവുന്ന വിദ്യ വൃത്തിയായിട്ട് പഠിപ്പിച്ചു തരാം. അതുപോലെ നിങ്ങൾ ഈ 2 ഒറ്റച്ചോടും കൂട്ടച്ചോടും നിങ്ങൾ കാണുക, കണ്ടിട്ട് വിലയിരുത്തുക, വിളിക്കുക. അതുപോലത്തെ ഒരുപാട് ചുവടുകൾ നമുക്കുണ്ട്. ഞാനെല്ലാം പഠിപ്പിച്ചു തരാം, ഈ വീഡിയോയിൽ കണ്ട് പഠിപ്പിച്ചു തരാം. നിങ്ങൾ ഇതിൽ നോക്കി പഠിക്കുക. പിന്നെ എന്തെങ്കിലും എനിക്കൊരു ക്യാമ്പ് കൂടെ വെക്കണമെന്നുണ്ട്. ഈ ഓണത്തിന് വെക്കേഷൻ ഒരു ക്യാമ്പ് കൂടെ വെക്കണമെന്നുണ്ട്. അത് നിങ്ങളുടെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ 10 പേരോളം വിളിക്കുകയാണെങ്കിൽ ഞാൻ ആ ക്യാമ്പ് കൃത്യമായൊരു ഡേറ്റ് പറഞ്ഞ് മെസ്സേജ് ഇടാം എൻ്റെ ഇതിൽ. അല്ലാതെ ഞാനൊരു ഡേറ്റ് പറയുന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ സമയം, ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഒരാളാണ്. നിങ്ങൾക്കൊക്കെ ഒരുപാട് വിലപ്പെട്ട സമയമാണ്. അപ്പോൾ നിങ്ങളുടെ സമയം ഒക്കുമെങ്കിൽ നിങ്ങൾക്ക് അഭ്യാസം പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓണത്തിന് മുമ്പിൽ ഒരു ക്യാമ്പ് വെച്ച് തരാം. ഒരു 1 ഡേ ക്യാമ്പ്. വിളിക്കാൻ പറ്റുന്നവർ വിളിക്കുക, അല്ലെങ്കിൽ ഓണം കഴിച്ച് ചെയ്യാം കേട്ടോ. നമസ്കാരം.